അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിന്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ആദ്യം ഒന്നാമത്തെ ചോദ്യം നോക്കാം. കുടുംബ ബന്ധം പാലിക്കുന്നവരെ വളരെ ഇഷ്ടമാണ്. അപ്പൊ അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ആദ്യം ബ്രാക്കറ്റ് ഒന്ന് നോക്കാം. അധ്യാപകരെ പിതാവിനോടും അസ്സലാമു അലൈക്കും അല്ലാഹുവിന് ബന്ധുക്കളുമായി നവവി റളിയല്ലാഹു അൻഹു. അപ്പൊ ഒന്നാമത്തത് കുടുംബ ബന്ധം പാലിക്കുന്നവരെ വളരെ ഇഷ്ടമാണ്. അപ്പൊ അതിന് ശരിയായ ഉത്തരം അള്ളാഹുവിന് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും ഒന്നാമത്തിനോട് നേരെ എടുത്തെഴുതുക. രണ്ടാമത്തത് യാതൊരു കാരണത്താലും അകന്നു നിൽക്കരുത്. അപ്പൊ ബ്രാക്കറ്റിലുള്ളത് ഏതാണ്? ബന്ധുക്കളുമായി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ബന്ധുക്കളുമായി എന്നുള്ളത് എടുത്തെഴുതുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഏതു മതത്തിൽപ്പെട്ടവരായാലും നാം ബഹുമാനിക്കണം. അപ്പൊ അതിനോട് ചോദിച്ചത് അധ്യാപകരെ എന്നുള്ളതാണ്. അപ്പൊ അധ്യാപകരെ എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഇനി നാലാമത്തത്, മാതാവിനെ പോലെ തന്നെ നമുക്ക് ധാരാളം കടപ്പാടുകളുണ്ട് പിതാവിനോടും. അപ്പൊ അവിടെ പിതാവിനോടും എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഇനി അവസാനത്തത് അഞ്ചാമത്തതാണ്, ലോക പ്രസിദ്ധനായ ഇമാം. അപ്പൊ അതിനോട് ചോദിച്ചത് ഏതാണ്? ആ ബ്രാക്കറ്റിലുള്ളത് നവവി റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നവവി റളിയല്ലാഹു അൻഹു എന്നുള്ളത് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം ക്രമത്തിൽ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ക്രമത്തിലാക്കി എഴുതണം. അവിടെ കൊടുത്തിട്ടുള്ളത് ക്രമം തെറ്റിച്ചിട്ടാണ്. അത് ആദ്യം ഒന്നാമത്തെ ഒന്ന് വായിച്ചു നോക്കാം. വയറ് നിറച്ച് അയൽവാസി ഭക്ഷണം കഴിക്കുന്നവൻ പട്ടിണി കിടക്കുമ്പോൾ നമ്മിൽ പെട്ടവനല്ല. അപ്പൊ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് വരും. അതുപോലെ രണ്ടാമത്തത് നോക്കാം. റബ്ബി കമാ സഗീറ റബ്ബയാനി ഇർഹംഹുമ. അപ്പൊ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് വരും. അപ്പൊ ഒന്നാമത്തത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്നും, രണ്ടാമത്തത് റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്നുള്ളതുമാണ്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ആരാണ് അയൽവാസി? ആരാണ് അയൽവാസി? അപ്പൊ അതിന്റെ ഉത്തരം അടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണ്. അപ്പൊ അടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണ് അയൽവാസി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം അടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. കുടുംബ ബന്ധം പുലർത്തുന്നത് കാരണമാകുന്നു എന്തിന്? അപ്പൊ കുടുംബ ബന്ധം പുലർത്തുന്നത് കാരണമാകുന്നു എന്തിന് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കുടുംബ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഗുണമാണ് ലഭിക്കുക? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകും. അപ്പൊ അതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നുകൂടെ നോക്കാം. ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകും. ഇനി മൂന്നാമത്തത്, അറിവ് പഠിപ്പിച്ചു തരുന്നവർക്കുണ്ട് എന്ത്? മൂന്നാമത്തെ എന്താണ്? അറിവ് പഠിപ്പിച്ചു തരുന്നവർക്കുണ്ട് എന്ത്? അപ്പൊ അതിനു മുന്നേ രണ്ടാമത്തത് ഒന്നുകൂടെ നോക്കാം. ഇവിടെ റിസ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചില ആളുകൾക്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അപ്പൊ ഭക്ഷണം വിശാലമാകും. അപ്പൊ അവര് പട്ടിണി കിടക്കേണ്ട ഒരു അവസരം വരില്ല. പിന്നെ അവർക്ക് താമസം, വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു താല നൽകും. അതാണ് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വയസ്സ് വർദ്ധിക്കും അല്ലെ? അപ്പൊ വയസ്സ് വർദ്ധിക്കും. അതാണ് ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തത്, അറിവ് പഠിപ്പിച്ചു തരുന്നവർക്കുണ്ട് എന്ത്?
അപ്പൊ അവിടെ ഉത്തരമായിട്ട് എഴുതാനുള്ളത് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ വലിയ സ്ഥാനമുണ്ട് എന്ന് എഴുതി കൊടുക്കുക. ഇനി അവസാനത്തെ ചോദ്യം, അവർ സ്വർഗത്തിലേക്ക് വഴികാട്ടികളാണ്. അവർ സ്വർഗത്തിലേക്ക് വഴികാട്ടികളാണ് ആര്? അപ്പൊ അതിന്റെ ഉത്തരം അധ്യാപകർ എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഭാഗമാണ്, നമുക്ക് പിതാവ് ചെയ്തു തരുന്ന 3 കാര്യങ്ങൾ എഴുതാം. അപ്പൊ കുറേ കാര്യങ്ങൾ നമുക്ക് പിതാവ് ചെയ്ത് തരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലേതെങ്കിലും 3 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഏതൊക്കെയാണ്? നമുക്ക് വേണ്ടി ഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ മുതലായവയെല്ലാം പിതാവാണല്ലോ വാങ്ങിത്തരുന്നത് അല്ലെ. അപ്പോൾ വസ്ത്രം, ഭക്ഷണം, പഠനോപകരണങ്ങൾ ഇതൊക്കെ വാങ്ങിത്തരുന്നത് പിതാവാണ്. പിന്നെയോ നമുക്ക് രോഗം വന്നാൽ മരുന്നുകൾ വാങ്ങിത്തരുന്നതും പിതാവ് തന്നെ. പിന്നെയോ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഇതിനെല്ലാമുള്ള പണം കണ്ടെത്തുന്നത്. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഭക്ഷണം എഴുതാം, രണ്ടാമത്തത് വസ്ത്രം, മൂന്നാമത്തത് പഠനോപകരണങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള 3 കാര്യങ്ങൾ മാത്രം അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി 5ാമത്തെ ഭാഗം, ശരിക്ക് ശരി എന്നും തെറ്റിന് തെറ്റ് എന്നും രേഖപ്പെടുത്താം. അപ്പൊ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അതിൽ ശരിയുണ്ട് തെറ്റുമുണ്ട്. അപ്പൊ തെറ്റാണെങ്കിൽ അതിന് നേരെ തെറ്റ് അടയാളപ്പെടുത്തുക, ശരിയാണെങ്കിൽ ശരിയും അടയാളപ്പെടുത്തുക. അപ്പൊ 1ാമത്തെ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർ മാത്രമാണ് കുടുംബക്കാർ. അത് ശരിയാണോ? ഒരിക്കലുമല്ല അല്ലെ. അപ്പൊ അതിന് നേരെ എന്ത് ചെയ്യാം? തെറ്റ് അടയാളപ്പെടുത്തുക. ഇനി 2ാമത്തെ ചോദ്യം, മാതാവ് നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ചു. അത് ശരിയല്ലേ? അപ്പൊ മാതാവ് നമ്മെ 10 മാസത്തോളമാണ് എന്ത് ചെയ്തത്? ഗർഭം ധരിച്ചത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ശരി അടയാളപ്പെടുത്തുക. ഇനി 3ാമത്തത്, നമ്മുടെ ബന്ധുക്കളുടെ സുഖത്തിലും ദുഃഖത്തിലും നാം പങ്കാളികളാവണം. നമ്മുടെ ബന്ധുക്കളുടെ സുഖത്തിലും ദുഃഖത്തിലും നാം പങ്കാളികളാവണം. സുഖത്തിൽ മാത്രം മതിയോ? പോരാ, ദുഃഖത്തിലും നാം എന്താവണം? പങ്കാളികളാവണം. അത് ശരിയാണല്ലോ. അപ്പൊ അവിടെ ശരി എന്ന് അടയാളപ്പെടുത്തുക. ഇനി 4ാമത്തത്, ബന്ധുക്കളെ നാം സ്നേഹിക്കരുത് എന്നാണ് ഇവിടെ കൊടുത്തത്. അത് ശരിയാണോ? ഒരിക്കലുമല്ല, അത് തെറ്റാണ്. അപ്പൊ അവിടെ തെറ്റടയാളപ്പെടുത്തുക. ഇനി 5ാമത്തത്, നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നവരുടെ വാക്കുകൾ അനുസരിക്കണം. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ അവിടെ ശരി അടയാളപ്പെടുത്തുക. ഒന്നുകൂടെ നോക്കാം. നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നവരുടെ വാക്കുകൾ അനുസരിക്കണം എന്നാണ്. അപ്പൊ അതെന്താണ്? ശരിയാണ്. അപ്പൊ അവിടെ ശരി അടയാളപ്പെടുത്തുക. ഇനി 6ാമത്തത്, അൻവർ മദ്രസയിൽ വൈകി എത്തുന്നു. അപ്പൊ അൻവർ മദ്രസയിൽ വൈകിയാണ്, നേരം വൈകിയാണ് എത്തുന്നത്. അപ്പൊ അത് ശരിയാണോ? ഒരിക്കലുമല്ല, അത് തെറ്റാണ്. അപ്പൊ അവിടെ തെറ്റ് അടയാളപ്പെടുത്തുക. ഇനി 6ാമത്തത്, അർത്ഥം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ താഴെ ഒരു അറബി കൊടുത്തിട്ടുണ്ട്, അതിന്റെ അർത്ഥം എഴുതാനാണ്. അറബി ഒന്ന് വായിച്ചു നോക്കാം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്തി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിൽ ആകുന്നു അല്ലെ. ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്തി എന്നുള്ളതിന്റെ അർത്ഥം. സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിൽ ആകുന്നു. ഇനി അവസാനത്തെ ഭാഗം പകർത്തി എഴുതാം എന്നുള്ളതാണ്. ഒന്നുമില്ല, താഴെയുള്ള ആ ഒരു വരി അതുപോലെ എടുത്തെഴുതുക. 2 വരികൾ കണ്ടല്ലോ. അപ്പൊ 1ാമത്തത് അതിന്റെ നേരെ അടിയിലും 2ാമത്തത് അതിന്റെ നേരെ അടിയിലും എഴുതുക. അത് വായിച്ചു നോക്കാം. അയൽവാസിയുടെ വിശേഷങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമാണ്. അപ്പൊ അതുപോലെ എടുത്തെഴുതുക. 2ാമത്തതോ, പിതാവ് ഗൾഫിൽ നിന്ന് മധുര പലഹാരങ്ങൾ കൊടുത്തയച്ചു. അപ്പൊ അതും അതുപോലെ എടുത്തെഴുതുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.